നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 31 വെള്ളിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് നിലവിലുള്ള അതേ നിയമ സംരക്ഷണം ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുന്ന ദേശീയ ബഹുമാന ലംഘന നിരോധന ഭേദഗതി ബിൽ 2026 പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. കഴിഞ്ഞ ദിവസം രാജ്യസഭ പാസാക്കിയ ബില്ലിന് പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ശബ്ദ വോട്ടോടെയാണ് ലോക്സഭയും അംഗീകാരം നൽകിയത്. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമമായി മാറുന്ന ഈ ഒരു ഭേദഗതി അനുസരിച്ച് വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ മനഃപൂർവ്വം ആദരിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കും. 1971 ദേശീയ ബഹുമാന ലംഘന നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് വന്ദേ മാതരത്തെയും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത്. പ്രതിപക്ഷം ഉയർത്തിയ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ രാജ്യത്തെ ഏകോപിപ്പിച്ച ദേശീയ ഗീതത്തിന് അർഹമായ നിയമ സംരക്ഷണം നൽകുന്നത് ഭാരതീയ അഭിമാനത്തിന്റെ ഭാഗമാണെന്നും ഒരു പ്രത്യയ ശാസ്ത്രത്തിനും സംസ്ഥാനത്തിനും എതിരല്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 1-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്കുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ഓഗസ്റ്റ് 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മുതൽ 2 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളൊക്കെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, PNG കണക്ഷനുള്ള വീടുകൾ അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ എന്നിവരൊക്കെ LPG സിലിണ്ടർ കണക്ഷൻ ഒഴിവാക്കണം. അതായത് ഏതെങ്കിലും ഒരു കണക്ഷൻ മാത്രമേ നിലനിർത്താൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഒരു കണക്ഷൻ റദ്ദാവും എന്നുള്ള അറിയിപ്പ് പൊതുജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് PNG അല്ലാതെ നിങ്ങൾ വാങ്ങിക്കുന്ന LPG സിലിണ്ടറുകളുടെ കണക്ഷൻ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. അതിനുള്ള സമയപരിധി വിവിധ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത രീതിയിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു തീയതിക്കുള്ളിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ സറണ്ടർ ചെയ്യാവുന്നതാണ്. പരമാവധി ആളുകൾ പൈപ്പ് ലൈൻ വഴി വരുന്ന ആ ഒരു കണക്ഷനിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. 2 കണക്ഷനും കൂടി എടുക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഇക്കാര്യങ്ങൾ ഈ ഒരു കണക്ഷനുള്ള ഗുണഭോക്താക്കൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള മറ്റൊരു അറിയിപ്പ്, കനത്ത മഴയെ തുടർന്ന് പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന്, അതായത് ഈ ഒരു 30-ാം തീയതി രാത്രി 10 മണി മുതൽ തുറക്കാൻ ഇടുക്കി ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടി. നിലവിൽ 252.10 മീറ്ററാണ് ഡാമിലെ നിലനിരപ്പ്. റെഡ് അലർട്ട് പരിധിയായ 250 മീറ്റർ പിന്നിട്ടതോടെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 253 മീറ്ററാണ്. ഷട്ടറുകൾ ആവശ്യാനുസരണം ഉയർത്തി 500 ക്യൂമെക്സ് വരെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് അനുമതി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാം തുറക്കുന്ന പശ്ചാത്തലത്തിൽ പെരിയാറിന്റെ ഇരുവശങ്ങളിലും ഉള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യം നേരിടാൻ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, ആരോഗ്യ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, 2026-27 വർഷത്തിലെ ഓണപരീക്ഷ ഓഗസ്റ്റ് 13 ആരംഭിക്കും. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കാണ് 13 പരീക്ഷ ആരംഭിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 14 ആരംഭിക്കുക. എല്ലാ വിഭാഗങ്ങളിലെയും പരീക്ഷ ഓഗസ്റ്റ് 20 അവസാനിക്കും. 21 മുതൽ സ്കൂളുകൾ ഓണാവധിക്കായി അടയ്ക്കും. അന്ന് പ്രവൃത്തി ദിനമായിരിക്കും. പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചാൽ അന്നത്തെ പരീക്ഷ 21 നടക്കും.
ഓഗസ്റ്റ് 31-നാണ് അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുക. അപ്പോൾ അവധിയുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ അറിഞ്ഞിരിക്കുക. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കനത്ത മഴയെ തുടർന്ന് എറണാകുളം അതുപോലെ തന്നെ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.